ചെയ്തിട്ട് എങ്ങനെ അടിപൊളി പ്ലാൻ പോട്ട് ഉണ്ടാക്കാന്നാണ് നോക്കാൻ പോകുന്നത്. പിന്നെ നമ്മളെ ആ ഒരു വീഡിയോയിൽ ഹെൽപ്പ് ചെയ്യുന്നത് വെള്ളാങ്കല്ലൂർ ഹഷ്മി നഗറിലുള്ള പ്രവീൺ ചേട്ടനാണ്. അപ്പോൾ പ്രവീൺ ചേട്ടൻ്റെ വീട്ടിൽ പോയിട്ട് നമുക്ക് ബാക്കി മേക്കിംഗ് വീഡിയോ കാണാം. അപ്പോൾ അതിന് മുമ്പായിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ഞാനിടുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളൂ. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇതാണ് നമ്മുടെ പ്രവീൺ ചേട്ടൻ. അപ്പോൾ കത്തിയും ടയറൊക്കെ ആയിട്ട് ഇവിടെ വന്ന് ഇരുന്ന് സെറ്റായിട്ടുണ്ട് നമ്മുടെ ഈ ഒരു വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ ഒരു വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ടയറിൻ്റെ ഈ ഒരു ഭാഗം നമുക്ക് ആവശ്യമില്ല. അപ്പോൾ നമുക്കത് കത്തി വെച്ചിട്ട് കട്ട് ചെയ്ത് കളയാം. അപ്പോൾ മുറിക്കുന്ന ടൈമിൽ നല്ല ഹാർഡായിട്ടിരിക്കും ഈ ടയറൊക്കെ, കാരണം ഒരുപാട് പഴക്കൊക്കെ എത്തിയ ടയറായിരിക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ കുറച്ചുകൂടി ഈസി ആയിരിക്കും. അല്ലെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും ഈ ഒരു ഭാഗം നമുക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് ടയറിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് കത്തി യൂസ് ചെയ്തിട്ട് ഇതേപോലെ ഡിസൈനിൽ കട്ട് ചെയ്ത് കൊടുക്കാം. കട്ട് ചെയ്യുന്ന ടൈമിൽ കുറച്ച് ഹാർഡായിട്ട് തോന്നുകയാണെങ്കിൽ തന്നെ നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. അപ്പോൾ കുറച്ചും കൂടി സ്മൂത്ത് ആയിരിക്കും. അപ്പം നമ്മൾ ഇതേപോലെ ഫുള്ള് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ടയർ ഇതേപോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. നമ്മൾ ടയർ തിരിച്ചിടുമ്പോൾ ഇതേപോലെ ആയിരിക്കും ഉണ്ടാകുന്നത്. ഇനി നമുക്ക് അടുത്തായിട്ട് ചെയ്യാനുള്ളത് ഈ ടയറിൻ്റെ ബാക്ക് സൈഡിലായിട്ട് ഗം തേക്കണം. അപ്പോൾ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഗം എന്ന് പറയുന്നത് സിലിക്കോൺ ആണ്. എന്നിട്ട് നമുക്ക് ഈ ഗം ഒന്ന് ഇതേപോലെ ടയറിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇനി ഈ ഗം തേച്ച് വെച്ച ഈ ടയർ നമുക്ക് ഒരു ചെറിയ പീസ് ടൈലിൻ്റെ മേലെ ഇതേപോലെ വെച്ച് കൊടുക്കുക. അപ്പോൾ ഇത് നോർമൽ ടൈലാണ്. അപ്പോൾ ഇതല്ലെങ്കിൽ നമ്മുടെ ഫൈബറിൻ്റെ ഗ്ലാസ് ആയാലും മതി. എന്നിട്ട് നമുക്ക് ഈ ഗ്ലാസും അതേപോലെ തന്നെ ടൈലും കൂടി ജോയിൻ ചെയ്യുന്ന ഭാഗത്തായിട്ട് ഈ സിലിക്കോൺ ഗം ഒന്നും കൂടി അപ്ലൈ ചെയ്തിട്ട് ഒട്ടിച്ചെടുക്കാം. അതേപോലെ തന്നെ താഴത്തെ ഭാഗത്തും നമുക്ക് ഗം തേച്ചിട്ട് നന്നായിട്ട് ഒട്ടിച്ചെടുക്കാം. നന്നായി ഉണക്കിയെടുത്തതിന് ശേഷം നമുക്കിതിന് പെയിൻറ് ചെയ്തെടുക്കാം. അപ്പോൾ ഇവിടെ എടുത്തേക്കുന്ന പെയിൻറ് PU ഇനാമൽ പെയിൻ്റ് ആണ്, അതിൻ്റെ ഗോൾഡൻ കളർ. പെയിൻറ് നമുക്ക് ഒരു ബ്രഷ് യൂസ് ചെയ്തിട്ട് ടൈലും അതേപോലെ തന്നെ ടയറിലൊക്കെ നന്നായിട്ട് പെയിൻറ് ചെയ്ത് ഉണക്കിയെടുക്കണം.
പെയിൻറ്റ് ഉണങ്ങിയതിന് ശേഷം 5-6 ദിവസത്തിനകത്ത് വെള്ളം ഒഴിച്ച് വെക്കണം. കാരണം പെയിൻറ്റിൻ്റെ സ്മെല്ല് പോകാനും അതേപോലെ തന്നെ ലീക്ക് ഉണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ്. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ടയർ യൂസ് ചെയ്തിട്ടുള്ള പ്ലാന്റ് പോട്ട് ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ പ്രവീൺ ചേട്ടൻ ഇവിടെ സെയിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ പ്രവീൺ ചേട്ടൻ്റെ നമ്പർ ഞാൻ സ്ക്രീനിലും അതേപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട്. നമുക്ക് കൊറിയർ സർവീസ് ഒക്കെ അവൈലബിൾ ആണ്. അതേപോലെ തന്നെ നേരിട്ട് വന്ന് വാങ്ങിക്കാവുന്നവർക്ക് വാങ്ങിക്കാവുന്നതാണ്. വെള്ളാങ്കല്ലൂർ ഹഷ്മി നഗറിലാണ് പ്രവീൺ ചേട്ടൻ്റെ വീട്. മെയിനായിട്ട് ഇതിൽ ഫിഷിനൊക്കെ വളർത്തിയിട്ടുണ്ടെങ്കിൽ നല്ല രസമുണ്ടാകും കാണാൻ വേണ്ടിയിട്ട്. അതേപോലെ തന്നെ പത്തുമണിയുടെ ഒരുപാട് വെറൈറ്റി കളേഴ്സ് ഒരുമിച്ച് ഈ ഒരു പോട്ടിൽ നട്ടിട്ടുണ്ടെങ്കിൽ അത് പൂ വിരിണ്ടാവുന്ന സമയത്ത് കാണാൻ നല്ല ഭംഗിയായിരിക്കും. ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, കൂടെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. കൂടാതെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ അല്ലെങ്കിൽ സജഷൻസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കാവുന്നതാണ്. ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.